ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മളിന്ന് എക്കോ സിനിമ കാണുന്നതിന് വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വന്നേക്കുന്നത് നമ്മുടെ ട്രിവാൻഡ്രത്തെ മാൾ ഓഫ് ട്രാവൻകൂറിലെ സിനിപോളിസിലാണ്. സോ മാൾ ഓഫ് ട്രാവൻകൂർ ഞാൻ പല സമയത്തും ആലോചിച്ചിട്ടുണ്ട്. മാൾ ഓഫ് ട്രാവൻകൂർ നമുക്ക് നൈറ്റ് സമയങ്ങളിൽ അത്യാവശ്യം വീക്ക് ഡേയ്സ് ഒക്കെ ആണെങ്കിൽ ഒന്ന് ചിൽ ഔട്ട് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണെന്ന് വിചാരിച്ചിട്ടുണ്ട്. കാര്യം നമ്മൾ ലുലു മാൾ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അത്യാവശ്യം തിരക്ക് കുറവാണ്, റഷ് കുറവാണ്. മാത്രമല്ല എൻ്റെ മാളിൻ്റെ ഫ്രണ്ട് നമുക്ക് കുറച്ച് അത്യാവശ്യം ഒന്ന് ചില്ല് ചെയ്തിരിക്കാനും ഒക്കെ ഒരു പറ്റിയൊരു സ്പോട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. നല്ലൊരു നൈറ്റ് സ്പോട്ടായിട്ടൊക്കെ തോന്നിയിട്ടുണ്ട്. സോ നമ്മൾ വന്ന് ഫസ്റ്റ് ഇവിടെ മാളിൻ്റെ ഫ്രണ്ടിൽ ആസ് യൂഷ്വൽ കുറച്ച് നേരം ഒന്ന് ചില്ല് ഔട്ട് ചെയ്തു. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കറങ്ങി നടന്നു, കുറേ ഫോട്ടോസൊക്കെ എടുത്തു. സോ അങ്ങനെ കുറച്ച് നേരം ചിലവിട്ടു. നല്ല രാത്രി അത്യാവശ്യം നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. നമ്മുടെ ഷോ ടൈം എന്ന് പറയുന്നത് രാത്രി 10 മണിക്കായിരുന്നു. സോ അതുകൊണ്ട് തന്നെ ആദ്യം എന്തെങ്കിലും കയറി ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ മാളിനകത്തോട്ട് കയറിയിട്ട് നമ്മൾ ഫസ്റ്റ് കയറിയെന്ന് പറഞ്ഞിട്ടുള്ളത് ആസാദ് റെസ്റ്റോറൻ്റാണ്. അപ്പോൾ ആസാദിൻ്റെ ഒരു പ്രീമിയം റെസ്റ്റോറൻറ്റ് നമ്മുടെ മാൾ ഓഫ് ട്രാവൻകൂറിനകത്തുണ്ട്. നമ്മൾ സാധാരണ ആസാദ് എക്സ്പീരിയൻസ് ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടെ പ്രീമിയം സർവീസസാണ് അവർ കൊടുക്കുന്നത്. ആസാദ് സ്റ്റാർ എന്ന് പറയും. സോ അത് ലോഞ്ച് ചെയ്തതും ഇവിടെ തന്നെയാണ്, മാൾ ഓഫ് ട്രാവൻകൂർ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഒന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ആസാദിൽ കയറി. അത്യാവശ്യം നല്ല സർവീസൊക്കെയാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് അപ്പവും കുറച്ച് ചട്ടി ചിക്കൻ കറി അങ്ങനെയുള്ള കാര്യങ്ങളും കുറച്ച് ചായയൊക്കെ കുടിച്ച് അത്യാവശ്യം നല്ല ടേസ്റ്റൊക്കെ ഉള്ള ഫുഡാണ്. സർവീസ് അടിപൊളിയാണ്. പിന്നെ റേറ്റ് ഒരു അത്യാവശ്യം കുറച്ച് കൂടുതലാണ്. നമുക്ക് മറ്റ് ആസാദ് റെസ്റ്റോറൻറ്റ്സിനെ വെച്ച് നോക്കുമ്പോൾ ഒരു അത്യാവശ്യം ഹൈ ആണ്. എങ്കിലും നമുക്ക് ഫാമിലിയായിട്ട് വരുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ പ്രൈവസി ആയിട്ടിരിക്കാനും അല്ലെങ്കിൽ കുറച്ച് നല്ല രീതിയിൽ ഫുഡ് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പോട്ടായിട്ട് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഫുഡ് കഴിച്ചതിന് ശേഷം നമ്മൾ വീണ്ടും കുറച്ച് നേരം ഫുഡ് കോർട്ടിൽ വെയിറ്റ് ചെയ്തു. കാരണം 10 മണിക്കാണ് ഷോ, കുറച്ചുകൂടെ ടൈമുണ്ട്. സിനിപോളിസിൽ ആദ്യമായിട്ടാണ് ഒരു ഫിലിം എക്സ്പീരിയൻസ് ചെയ്യാൻ വരുന്നത്. PVRലൊക്കെ പോയിട്ടുണ്ട്, അത്യാവശ്യം PVRൽ 1-2 പ്രാവശ്യം പോയിട്ടുണ്ട്. പക്ഷേ സിനിപോളിസിൽ ഫസ്റ്റ് ടൈമാണ് വരുന്നത്. അപ്പോൾ എൻട്രൻസ് വെച്ച് നോക്കിക്കഴിഞ്ഞാലും മൊത്തത്തിൽ ഒരു പ്രൊഫഷണലായിട്ട് തന്നെ സെറ്റ് ചെയ്തേക്കുന്ന ഒരു തിയേറ്റർ ഏരിയ ആയിട്ട് എനിക്ക് തോന്നി. അത്യാവശ്യം ക്ലീൻനെസ് ഉണ്ട്. ടോയ്ലറ്റ് ആയിരുന്നാലും കുഴപ്പമില്ല. പക്ഷേ നമുക്ക് PVR വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും PVR തന്നെയാണ് കുറച്ച് മുന്നിലിരിക്കുന്നത്. പക്ഷേ എങ്കിലും നല്ല രീതിയിൽ മെയിൻറ്റെയിൻഡ് ആയിട്ടുള്ള വെയിറ്റ് ഏരിയയും വാഷ്റൂംസൊക്കെയാണ്. അപ്പോൾ ബാക്കി ഇനി തിയേറ്റർ എക്സ്പീരിയൻസ് തിയേറ്റർ എങ്ങനെയാണെന്നുള്ളത് സിനിമ കണ്ടിട്ടേ പറയാൻ പറ്റത്തുള്ളൂ. അപ്പം കുറച്ച് നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഷോ ടൈമായി. ഞങ്ങൾ പതുക്കെ തിയേറ്ററിനകത്തോട്ട് കയറി. ആദ്യത്തെ അഡ്വർടൈസ്മെൻറ്റൊക്കെ കഴിഞ്ഞ് സിനിമ ആരംഭിച്ചു. അപ്പോൾ സിനിമയുടെ വിശേഷങ്ങളും മറ്റു കാര്യങ്ങളും എങ്ങനെയാണെന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോ കാണാം.